ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ വർഷത്തിൻ്റെ ഒരു അവസാനത്തിലാണല്ലോ. നന്ദിയോടുകൂടി ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് ഓർക്കാം. ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ ദൈവം നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഈശോ ആകുന്ന വെളിച്ചത്തെക്കുറിച്ച് പറയുക. ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചം, ആ പ്രകാശത്തെ കീഴടക്കാൻ ഇരുളിന് സാധിച്ചില്ല. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഈശോ ഉണ്ടെങ്കിൽ വചനം പറയുകയാണ്, ഇരുളിന് ഈശോയെ കീഴടക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിന്റെ കുടുംബത്തിൽ ഇരുട്ടിനോ അന്ധകാരത്തിനോ സാധ്യതകളില്ല. അന്ധകാരത്തിന് യാതൊരുവിധ പ്രവർത്തനങ്ങൾക്കും സാധ്യമല്ല. ദൈവമാകുന്ന പ്രകാശം നിന്റെ കുടുംബത്തിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ, പുതുവർഷത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഈ അവസരത്തിൽ ഈശോ ആകുന്ന പ്രകാശം നിൻ്റെ ജീവിതത്തിലും നിൻ്റെ കുടുംബത്തിലും പ്രകാശിപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. അതിന് നീ ബോധപൂർവ്വം അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. ഈശോയ്ക്കനുസരിച്ച് ജീവിതത്തെയും കുടുംബത്തെയൊക്കെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ഈ വ്യക്തിയെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ചുറ്റുപാടുകളോർത്ത് നന്ദി പറയുകയാണ്. ഈ വ്യക്തിയിലേക്ക് ചൊരിയപ്പെട്ട എല്ലാവിധ നന്മകൾക്കും നന്ദി പറയുന്നു. ഈശോ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക്, കുടുംബത്തിന് വേണ്ടി മാപ്പപേക്ഷിക്കുകയാണ്. നീയാകുന്ന പ്രകാശത്തിലെ ശക്തി പ്രാപിക്കുവാനായിട്ട് ഈ വ്യക്തിയെ, കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായി എല്ലാ നന്മകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു